സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ, നേരത്തെ തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ഈ പാരിസ്ഥിതിക അനുമതിയൊക്കെ ലഭിക്കുന്നത് കൊണ്ടാണ് വളരെയധികം വൈകിപ്പോയിട്ടുള്ളത്. എത്രത്തോളം സങ്കീർണമായ ചില പ്രക്രിയകളാണ് ഇന്നിപ്പോൾ ഈ പാറത്തുരക്കലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത് എന്നുകൂടി സമീർ വിശദീകരിച്ചു. ഇപ്പോൾ അനുമതിയൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള പാരിസ്ഥിതികാഘാതവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭയാശങ്കകൾ ഉണ്ടോ? ജിൽസി, ഈ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെ ചില ആശങ്കകൾ നിലനിന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അതിന്റെ അന്തിമ അനുമതി കൂടി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായത്. അതേ തുടർന്നാണ് ഈ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കമാകാനുള്ള തീരുമാനം സർക്കാർ എടുക്കുകയും അതിനെ ഉദ്ഘാടന ദിവസം തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെയാണ് ഇന്ന് ഈ ചടങ്ങിലേക്ക് എത്തുകയും ചെയ്തത്. ഇത് നമുക്കറിയാം, വനമേഖലയിലൂടെ കടന്നു പോകുന്നു. അതുപോലെ തന്നെ മലയോരമാണ്, ആ ഒരു പ്രശ്നം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായിട്ടുള്ള പാരിസ്ഥിതിക പഠനം അനിവാര്യമാണ്. അങ്ങനെ വിശദമായിട്ടുള്ള പഠനം പൂർത്തീകരിച്ചു. അതിനൊടുവിലാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഇത്തരം ഒരു അനുമതി നൽകുകയും തുടർന്ന് ഈ നിർമ്മാണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി താമരശ്ശേരി ചുരം കയറാതെ എങ്ങനെ വയനാട്ടിലേക്ക് എത്താം, അതിനൊരു ബദൽ പാത എന്ത് കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം സംബന്ധിച്ചാണ് വിശദമായിട്ടുള്ള പഠനങ്ങൾ നടക്കുകയും അതിനൊടുവിൽ ഇങ്ങനെ ഇരട്ട തുരങ്ക പാതയിലൂടെ ഒരു ബദൽ പാത യാഥാർത്ഥ്യമാക്കാൻ കഴിയും ഒരു അതിന്റെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരികയും അത് സംബന്ധിച്ച് സർക്കാർ പഠിക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് മീഡിയ വണിനൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ്. കേരളത്തിന്റെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു. മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളോടുള്ള ആ ഒരു ബന്ധം കൂടി കൂടുതൽ ശക്തിപ്പെടുകയാണ്. വാണിജ്യ മേഖലയിൽ, വ്യവസായ മേഖലയിൽ, അതുപോലെ തന്നെ മറ്റ് ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ അതിന്റെ ഒരു വലിയ ഒരു കുതിച്ചുചാട്ടം സാധ്യമാക്കുന്നതാണ് ഈ പാത. ഒരു പൊതു ഗതാഗത സംവിധാനം എന്നതിലുപരി മറ്റ് മേഖലകൾക്ക് കൂടി വലിയ കരുത്ത് പകരുന്നതാണ് ഈ മേഖല, ഈ ഒരു പാത. അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മീഡിയ വണ്ണോട് വ്യക്തമാക്കിയത്. ഏതായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനും തന്നെ ഇവിടെ എത്തും. 1.5 മണിക്കൂറിന്റെ ദൈർഘ്യം, ആ ഒരു അത്രയേറെ സമയം നമുക്ക് ലാഭിക്കാൻ കഴിയും ഈ പാത യാഥാർത്ഥ്യമാകുന്നതോടെ. 35 കിലോമീറ്ററിന്റെ യാത്രയാണ് ഒഴിഞ്ഞു കിട്ടുന്നത്. മാത്രമല്ല അതുവഴി ഉണ്ടാവുന്നത് കൂടുതൽ മറ്റു തലങ്ങളിലുള്ള ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിലേക്ക് വലിയ ഒരു കരുത്ത് പകരുന്ന, ഒരു കുതിച്ചുചാട്ടം സാധ്യമാക്കുന്ന ഒരു പാത തന്നെയാണ് ഈ ഇരട്ട തുരങ്കപാത. ഏതായാലും അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ 2 ഇടങ്ങളിലായിക്കൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ വരവിനായി കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം അവിടെ എത്തിച്ചേരുമെന്നാണ്. അപ്പോൾ പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ള ആളുകളൊക്കെ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഓൺ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ, ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ കർമ്മമാണ് ഇന്നിപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നാണ് ഈ ഒരു പാതയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഇത് കോഴിക്കോട് ജില്ലയെയും ഒപ്പം തന്നെ വയനാടിനെയും ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തുരങ്ക പദ്ധതികളിൽ ഒന്നുകൂടിയാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഏകദേശം നീളം അതൊരു 8.73 കിലോമീറ്റർ ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് 2 തുരങ്കങ്ങളാണ്, ഇരട്ട തുരങ്കങ്ങളുണ്ട്. ഓരോ തുരങ്കത്തിലും 2 വരി പാതയായിട്ടാണ് ഇതിപ്പോൾ നിലവിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഭാഗങ്ങൾ കിടക്കുന്നത് വയനാട് ജില്ലയിൽ ഏതാണ്ട് 5.58 കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ 3.15 കിലോമീറ്ററുമായിട്ടാണ് ഈ പാത ഇപ്പോഴുള്ളത്. ഏകദേശം 2134.5 കോടി രൂപ ഈ തുരങ്കപാതയ്ക്ക് മാത്രമായിട്ടുള്ള ചെലവ് പ്രതീക്ഷിക്കുകയാണ്. കിഫ്ബി ഫണ്ടിങ്ങിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം, നിലവിൽ ഈ പാത വരുന്നതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ താമരശ്ശേരി ചുരത്തിന് ബദലായി, അതായത് അവിടെ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കും ചുരത്തിലെ അപകട സാധ്യതയും ഒക്കെ ഒഴിവാക്കാൻ ഈ പുതിയ പാതയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. ആനക്കാംപൊയിൽ മുതൽ മേപ്പാടി വരെയുള്ള ദൂരം അതായത് 42 കിലോമീറ്ററാണ്. അത് 20 കിലോമീറ്ററിൽ താഴെ, ഏതാണ്ട് യാത്രാ സമയം പകുതിയാകും. ഏകദേശം 20 കിലോമീറ്റർ ദൂരവും 1 മണിക്കൂറിലധികം സമയവും യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ലാഭിക്കാൻ കഴിയുമെന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനം. അതിൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായതും വയനാടിന്റെ വികസനത്തിന് ഉതകുന്നതുമായ ഒരു പദ്ധതി കൂടിയാണ്. കാരണം വയനാട്ടിലെ ടൂറിസം, കൃഷി, വ്യാപാരം, ആരോഗ്യ മേഖല എന്നിവയ്ക്ക് വലിയ സഹായകമായിരിക്കും. ഒപ്പം തന്നെ മലബാറിന്റെ ഒരു സമഗ്ര വികസനത്തിന് കൂടി മുതൽക്കൂട്ടാകുന്ന ഒരു പാതയാണ് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു പാറ തുരക്കലാണ്, അതായത് റോക്ക് ബ്ലാസ്റ്റിംഗ് അല്ലെങ്കിൽ ഡ്രില്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതിപ്പോൾ നടക്കുന്നത്. അത്